വിടവാങ്ങിപ്പോയ നവീൻ ബാബു എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് സംസ്ഥാന സർക്കാരിലും CPM-ലും ആ കുടുംബത്തിനുണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നു എന്ന വസ്തുത അത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ചേർത്തിരുന്നതാണ്. അത് പിന്നീട് പോലീസിൻ്റെ പ്രഥമ വിവര റിപ്പോർട്ടിലും FIR അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഒളിച്ചു വച്ചതാണ് ഈ വിശ്വാസ തകർച്ചയ്ക്ക് കാരണമായത്. ഈ വളരെ പരമപ്രധാനമായ വിവരം പോലീസ് അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം കുടുംബത്തിൽ നിന്നും മറച്ചുവെച്ചു. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, റവന്യൂ മന്ത്രി K രാജൻ എന്നിവരൊക്കെ, പത്തനംതിട്ട CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി, അവരൊക്കെ തുടക്കം മുതൽ അവസാനം വരെ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഈ കുടുംബത്തിനൊപ്പമാണ്, നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണ് എന്നാണ്. അതൊരു പാർട്ടി കുടുംബമാണ്. നവീൻ ബാബുവും ഭാര്യ മഞ്ജുഷയും കുടുംബാംഗങ്ങളും ഒക്കെ CPM-മായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ സർവീസ് സംഘടനകളിൽ അംഗമാണ്. അപ്പോഴവരൊക്കെ കരുതിയത് പാർട്ടി ഉണ്ടല്ലോ, പാർട്ടി നയിക്കുന്ന സർക്കാരുണ്ടല്ലോ, ഇത് MV ഗോവിന്ദൻ പറഞ്ഞതാണല്ലോ, പിണറായി വിജയൻ സമ്മതിച്ചതാണല്ലോ, അപ്പോൾ ഇവരൊക്കെ ഞങ്ങളുടെ സഹായത്തിനുണ്ടാവും എന്നാണ് കുടുംബം കരുതിയത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ അപ്രസക്തമായിരിക്കുകയാണ്, അപ്രത്യക്ഷമായിരിക്കുകയാണ്. നവീൻ ബാബുവിനും കുടുംബത്തിനും നീതി കിട്ടുമെന്നവരൊക്കെ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ആ അന്വേഷണം നടന്ന രീതി, അതിനുണ്ടായ കാലവിളംബം, PP ദിവ്യയെ പ്രതിയാക്കുന്നതിലുണ്ടായ കാലതാമസം, അവർക്ക് ജാമ്യം കിട്ടുന്നതിൽ കണ്ണൂരിലെ പാർട്ടി വഹിച്ച പങ്ക്, ദിവ്യ ജാമ്യം തേടി പുറത്തിറങ്ങുമ്പോൾ അവരെ സ്വീകരിക്കാൻ ആരൊക്കെയായിരുന്നു? അതിൽ പ്രധാനപ്പെട്ടത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഭാര്യയായിരുന്നു. അവരടക്കമുള്ള വനിതാ നേതാക്കൾ, അവരുടെ സാന്നിധ്യം, ഇതൊക്കെ ആ കുടുംബത്തിൻ്റെ വിശ്വാസത്തിന് പോറലേൽപ്പിക്കാൻ പോകുന്നതായിരുന്നു. അന്വേഷണം തൃപ്തികരമായിട്ടല്ല പോകുന്നതെന്ന് അവർക്ക് മനസ്സിലായി. തെളിവുകൾ കണ്ടെത്തുകയല്ല, നശിപ്പിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ചെയ്യുന്നതെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അവർ ഹൈക്കോടതിയെ സമീപിച്ചത്, ഒരു CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്. വാസ്തവത്തിൽ ആദ്യം തൊട്ടിങ്ങോട്ട് അന്വേഷണം വളരെ ദുരൂഹമായ രീതിയിലാണ് മുന്നോട്ട് നീങ്ങിയത്. പാർട്ടിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും തലപ്പത്തുള്ളവർ പറഞ്ഞ വാക്കുകൾക്ക് വിശ്വാസ്യത ഇല്ലാതാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഇപ്പോൾ ഏറ്റവും അവസാനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സംഭവിച്ചിരിക്കുന്നത്. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുണ്ടായിരുന്നൊരു വളരെ ഏറ്റവും നിർണായകമായ ഒരു വിവരം, അതായത് മരിച്ച നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടായിരുന്നു എന്ന വസ്തുത. അത് പിന്നീട് FIR-ലില്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല, കുടുംബാംഗങ്ങളുടെ മുമ്പിൽ മറച്ചു വയ്ക്കുന്നു. ഇതെന്തിനു വേണ്ടിയായിരുന്നു? ഈ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ എങ്ങനെ ആ കുടുംബത്തിന് സർക്കാരിലും പാർട്ടിയിലും വിശ്വാസമുണ്ടാവും? ഈ കേസിനെ സംബന്ധിച്ചോളം അത്ര നിസ്സാരമായ ഒന്നല്ല നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടു എന്ന കാര്യം. തീർച്ചയായും രക്തം അദ്ദേഹത്തിൻ്റെ വസ്ത്രഭാഗങ്ങളിൽ കാണണമെങ്കിൽ ഒരു മുറിവുണ്ടായിരിക്കണം, രക്തത്തിൻ്റെ ഒരു സ്രോതസ് ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം. പോസ്റ്റ്മോർട്ടം ചെയ്ത പോലീസ് സർജൻ അത് കണ്ടില്ലെന്ന എന്നാണോ അത്തരത്തിലൊരു മുറിവ്? ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അത് പറയുന്നുണ്ട്. അത് വായിക്കാതെയാണോ പോലീസ് സർജൻ പോസ്റ്റ്മോർട്ടം നടത്തിയത്? ഇതൊക്കെ വളരെ സംശയം ഉയർത്തുന്ന കാര്യങ്ങളാണ്. പോലീസിൻ്റെ FIR റിപ്പോർട്ട് അതൊരു പ്രാഥമിക വിവര റിപ്പോർട്ട്, അല്ലെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്നതാണ്. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് അവിടെ ഉണ്ട്. അതിലെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പോലും FIR-ൽ വന്നില്ല എന്നത് യാദൃച്ഛികമാണോ? ആ കുടുംബത്തിന് സംശയം ഉണ്ടാവുന്നത് തെറ്റാണോ? എങ്ങനെ ഈ സർക്കാരിനെ അല്ലെങ്കിൽ പാർട്ടി നേതാക്കളെ വിശ്വസിക്കും? പോലീസിൻ്റെ അന്വേഷണ സംഘം 2 തവണ പത്തനംതിട്ട ജില്ലയിലെ മലയാലപ്പുഴയിൽ നവീൻ ബാബുവിൻ്റെ നാട്ടിലെത്തി വീട്ടിൽ ചെന്ന് കുടുംബാംഗങ്ങളെ കണ്ടതാ, മൊഴികളെടുത്തതാ. പക്ഷേ എന്തുകൊണ്ടാണ് അവർ ഈ പ്രധാനപ്പെട്ട വിവരം അവരോട് പറയാതിരുന്നത്? അദ്ദേഹത്തിൻ്റെ സഹോദരനൊരു അഭിഭാഷകനാണ്,
നിയമ നടത്തിപ്പിനെ പറ്റി നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തോടൊക്കെ ഇവർ സംസാരിച്ചതാണ്. എന്നിട്ടും അവർ ഒളിച്ചു വയ്ക്കുകയാണ് ചെയ്തത്. നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നു എന്ന കാര്യം. രക്തക്കറയെന്നോ ഒരു മുറിവ് അല്ലെങ്കിൽ പരുക്ക് എന്നൊരു വാക്കുപോലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല. കാലിൻ്റെ തുടകൾ, പാദങ്ങൾ, കണങ്കാലുകൾ ഇതൊക്കെ വളരെ സാധാരണ സ്ഥിതിയിലായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ എവിടെ നിന്നാണ് രക്തം വരുന്നത്? ഏത് പരിക്കിൽ നിന്നാണ് ഈ രക്തം ഊറി വരിക? അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം കൊടുത്ത ഹർജി ഹൈക്കോടതിയിൽ അതിനു നൽകിയ മറുപടിയിൽ പോലീസ് ബോധിപ്പിച്ചതെന്താണ്? അത് നുണയായിരുന്നു എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുക. കുടുംബാംഗങ്ങളില്ലാതെ ഇൻക്വസ്റ്റ് നടത്തിയത് അവരുടെ സമ്മതപ്രകാരമാണെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യത്തിലും കുടുംബത്തിൻ്റെ സമ്മതത്തോടു കൂടിയാണ് അവരുടെ അസാന്നിധ്യത്തിൽ അത് നിർവഹിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും അസത്യമാണ്, നുണയാണ് എന്ന് ഇപ്പോൾ വളരെ വ്യക്തമായിരിക്കുകയാണ്. അതുപോലെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യം അത്യാവശ്യമല്ല എന്നും പോലീസ് പറയുന്നുണ്ട്. അതാണോ ശരി? ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഒരു വാചകമുണ്ട്, അതായത് അടുത്ത ബന്ധുക്കൾ ആരും സമീപത്ത് ഇല്ലാതിരുന്നതുകൊണ്ട് അവരുടെ മൊഴി രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്ന്. ബന്ധുക്കൾ വേണ്ട, അവരുടെ മൊഴി ആവശ്യമില്ല എന്നാണെങ്കിൽ എന്തിനാണ് ഈ വാചകം ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ എഴുതി ചേർത്തിരിക്കുന്നത്? പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യം, നവീൻ ബാബുവിൻ്റെ സഹോദരൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു വിവരം പറഞ്ഞ് പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുമ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞതാണ്, ഞങ്ങൾ വരികയാണ്, ഞങ്ങൾ വന്നിട്ട് മതി അനന്തര നടപടികൾ. അതുപോലെ പ്രധാനമായിട്ട് പറഞ്ഞത് പരിയാരം മെഡിക്കൽ കോളേജിൽ യാതൊരു കാരണവശാലും പോസ്റ്റ്മോർട്ടം നടത്തരുതെന്നാണ്. പരിയാരത്ത് നടത്തുന്ന ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. അതുപോലെ മറ്റൊരു ബന്ധു അനിൽ P. നായർ, അദ്ദേഹം കളക്ടറെ വിളിച്ചു പറഞ്ഞു, നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്, ദയവ് ചെയ്ത് പരിയാരം മെഡിക്കൽ കോളേജിൽ എന്തും സംഭവിക്കാം, അവിടെ ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയാൽ പാർട്ടി പറയുന്നത് പോലെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരിക എന്ന് നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് അവിടെ ചെയ്യരുത്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വേണം പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതെന്ന്. അപ്പോൾ നമ്മുടെ കളക്ടർ അരുൺ വിജയ് എന്താ പറഞ്ഞത്? പരിഹാരത്ത് കാര്യങ്ങളെല്ലാം വളരെ നീതിപൂർവ്വം നടക്കുമെന്ന കാര്യത്തിൽ ഞാൻ ഉറപ്പു തരുന്നുവെന്നാണ് കളക്ടർ പറഞ്ഞത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? പരിഹാരത്തിൽ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് എന്തായിരുന്നു കളക്ടർക്ക് ഇത്ര നിർബന്ധ ബുദ്ധി? ബന്ധുക്കളുടെ അഭിപ്രായത്തിന്, അവരുടെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ട് അത്തരത്തിൽ ഏകപക്ഷീയമായ ഒരു നിലപാടെടുക്കുന്നതിന് എന്തായിരുന്നു കാരണം? എന്നിട്ട് വാസ്തുവിൽ എന്താണ് സംഭവിച്ചത്? ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ, അതൊരു പ്രാഥമിക അന്വേഷണമാണ്, ആ റിപ്പോർട്ടിൽ പറയുന്ന രക്തക്കറ പോലും പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയ പോലീസ് സർജൻ കണ്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ആ രക്തക്കറ എങ്ങനെ ഉണ്ടായി, ഏത് മുറിവിൽ നിന്നുണ്ടായി എന്ന് കണ്ടെത്തിയില്ല. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വായിക്കാതെയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയതെന്ന് കരുതേണ്ടി വരുന്നു. മിസ്റ്റർ കളക്ടർ, വാസ്തവത്തിൽ താങ്കൾക്ക് എന്താണ് പറ്റിയത്? കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായി കളക്ടറായ ഒരു ചെറുപ്പക്കാരനാണ് താങ്കൾ. സിവിൽ സർവീസിലെയും താങ്കൾക്ക് ധാരാളം വർഷങ്ങൾ ബാക്കിയുണ്ട്. താങ്കളുടെ മൊഴി ഞങ്ങളാരും ഒരു വിശ്വസിച്ചിട്ടില്ല കേട്ടോ. അതായത് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് താങ്കളുടെ ചേംബറിൽ വന്ന് പറഞ്ഞു എന്നൊരു മൊഴിയുണ്ടല്ലോ, അത് നിങ്ങൾ ലാൻഡ് റവന്യൂ ജോയിൻ്റ് കമ്മീഷണർക്ക് നൽകിയ മൊഴിയിലുള്ളതല്ല. അപ്പം നിങ്ങളാ പറഞ്ഞൊന്നും ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. കേരളത്തിലെ ജനങ്ങൾ അത്ര പൊട്ടന്മാരൊന്നുമില്ല. താങ്കൾക്ക് എന്താണ് പറ്റിയത് വാസ്തവത്തിൽ മിസ്റ്റർ കളക്ടർ? താങ്കളുടെ മനസാക്ഷി CPM വിറ്റോ? ജനങ്ങൾ സംശയത്തോടെ താങ്കൾ എടുത്ത നടപടികളെ കാണുക. ഈ പോസ്റ്റ്മോർട്ടത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ, കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഇതിലൊക്കെ താങ്കൾക്ക് എന്തോ ഒരു പങ്കുണ്ടായിരുന്നുവെന്ന് ആളുകൾ വിശ്വസിക്കാൻ നിർബന്ധിതരാവുകയാണ്. അന്വേഷണത്തിൻ്റെ ആദ്യ ഘട്ടം മുതൽ അതിനെ ചൂഴ്ന്നു നിൽക്കുന്നത് ദുരൂഹതകളാണ്. നമ്മൾ പലവട്ടം സംസാരിച്ചതാണ്. തെളിവുകൾ ഓരോന്നായി നശിപ്പിച്ചു. പ്രാരംഭം മുതലേ ശക്തമായ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായി എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ ഈ ഒരു പരാമർശം
രക്തക്കറ കണ്ടു എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം ശവശരീരം കണ്ടപ്പോൾ തന്നെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് നടത്തുമ്പോൾ വലിയ ഇടപെടലുകൾ ഉണ്ടായില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ആ ഉദ്യോഗസ്ഥൻ, അത് ഇൻക്വസ്റ്റ് നടത്തിയ ഉദ്യോഗസ്ഥൻ അത് രേഖപ്പെടുത്തിയത്. ചിലപ്പോൾ അത് ചെയ്തത് ഹൃദയശുദ്ധിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആയതുകൊണ്ടാവാം. ഈ ഒടയതമ്പുരാൻ്റെ ഓരോ ലീലാവിലാസങ്ങളാണ് ഇതൊക്കെ. പുള്ളിക്കാരനുണ്ടല്ലോ, സത്യത്തിലേക്കുള്ള ചെറിയ വഴികൾ അവിടെ തുറന്നിട്ടിരിക്കും. അതുവഴി സഞ്ചരിച്ചാൽ നമ്മൾ വാസ്തവത്തിലേക്കെത്തും. അതിനെയാണ് ഈ ദൈവത്തിൻ്റെ കൈ എന്നൊക്കെ സാഹിത്യഭാഷയിൽ പറയുന്നത്. തമ്പുരാൻ്റെ ഓരോ ഏർപ്പാടുകളാണ്. അതാണ് ഈ രക്തക്കറ. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അത് വന്നു. അത് ഒളിച്ചു വെക്കാൻ പറ്റില്ല, ഇനി മായ്ക്കാൻ പറ്റില്ലല്ലോ. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ ഈ രക്തക്കറ ഇനിയും പോലീസിന് മായ്ക്കാൻ കഴിയില്ല. അത് കോടതിയിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ എത്തിക്കഴിഞ്ഞു. ഇതാണ് ദൈവത്തിൻ്റെ കൃതികളെന്നോ വികൃതികളെന്നോ പറയാവുന്ന ചില അത്ഭുതങ്ങൾ. അങ്ങനെ തന്നെ പറയണം. കേരള പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമല്ലാത്തതുകൊണ്ടാണ് CBI ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത്. അന്വേഷണം വീഴ്ചകൾ നിറഞ്ഞതാണ്. അതിൻ്റെ ഒന്നാം തരം ഉദാഹരണം അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു വസ്തുത FIR-ൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ ഈ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ നിയമയുദ്ധം കൂടുതൽ ശക്തമാക്കാനാണ് ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. അത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ പാർട്ടിയിലും സർക്കാരിലുമുള്ള വിശ്വാസം അടിമുടി പാടെ തകർന്നു പോയതുകൊണ്ട്, നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് കുടുംബം ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. രക്തക്കറ ശരീരത്തിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അടിവസ്ത്രത്തിൽ ഉണ്ടായിരുന്നു എന്ന വസ്തുത തങ്ങളെ അറിയിച്ചില്ല എന്ന കാര്യം നവീൻ ബാബുവിൻ്റെ കുടുംബം ഹൈക്കോടതിയെ അറിയിക്കും. അത് കേസന്വേഷണം CBIക്ക് വിടണമെന്ന ഹർജിയിന്മേൽ അടുത്ത ദിവസം കോടതി വാദം കേൾക്കുമ്പോഴായിരിക്കും. പാർട്ടിയും സർക്കാരും തങ്ങളെ തള്ളിപ്പറയുകയായിരുന്നുവെന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബം ഇപ്പോൾ മനസ്സിലാക്കുന്നു. തങ്ങൾക്ക് നീതി കിട്ടണമെങ്കിൽ, നവീൻ ബാബുവിന് നീതി ലഭിക്കണമെങ്കിൽ, ന്യായമായത് സംഭവിക്കണം എങ്കിൽ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സൽകീർത്തി അതിന് കേടുപറ്റാതിരിക്കണമെങ്കിൽ പോലീസിനെയോ സർക്കാരിനെയോ പാർട്ടിയെയോ വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്ന് ആ കുടുംബം മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് ശക്തമായ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുവാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാരും പാർട്ടിയും എങ്ങനെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ തള്ളിപ്പറഞ്ഞു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇപ്പോഴും കൂടെ നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുകയെങ്കിലും ചെയ്യുന്നത് CPM-ൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം അടൂർ ഏരിയ കമ്മിറ്റി യോഗത്തിൽ നടന്ന ചർച്ചകൾ ഉള്ളു പൊള്ളിക്കുന്നതാണ്. PP ദിവ്യയ്ക്ക് വേണ്ടിയാണ് പ്രതിനിധികളോട് സംസാരിച്ചത്. സമര തീച്ചൂളകളിലൂടെ കടന്നു വന്ന PP ദിവ്യയെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി തള്ളിപ്പറഞ്ഞത്, മാധ്യമങ്ങൾക്ക് കൊത്തിപ്പറിക്കാൻ ഇട്ടുകൊടുത്തത് ഒട്ടും ശരിയായില്ല എന്ന് പറയാൻ അവിടുത്തെ സമ്മേളന പ്രതികൾ തയ്യാറായി. കണ്ണൂരിൻ്റെ ശബ്ദമാണ് അടൂരിൽ കേട്ടത്. പ്രതിയോടൊപ്പം നിൽക്കുന്നവരുടെ, അവർ ഇരകൾക്കൊപ്പം ഓടുക പോലും ചെയ്യുന്നില്ല, ഇരകളെ തള്ളിപ്പറയുന്ന ആളുകളാണ്. അതിൻ്റെ ശബ്ദമാണ് നമ്മൾ അടൂരിൽ കേട്ടത്. എന്തൊരു ക്രൂരതയാണ്! നവീൻ ബാബുവിൻ്റെ ആത്മാവിനെ പോലും പൊള്ളിക്കുന്ന പരാമർശങ്ങളാണ് ഏരിയ സമ്മേളനത്തിൽ ഉണ്ടായത്. ഒരുപക്ഷെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്കെതിരെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അനുഭാവവും പിന്തുണയും കിട്ടാൻ വേണ്ടിയായിരിക്കാം ഇത് പറഞ്ഞത്. പക്ഷേ സങ്കടകരമായി പോയി, നോവിക്കുന്നതായി പോയി. പുള്ളിപ്പുലിയെ നമ്മൾ ഏതു ചായത്തിൽ മുക്കിയാലും കുറേ കഴിയുമ്പോൾ ആ പുള്ളികൾ പഴയതുപോലെ തെളിഞ്ഞു വരും.